ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ആണ് ഈ പെൺകുട്ടി അവസാനമായി റെക്കോർഡ് ചെയ്ത വീഡിയോ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ കെലിഷ വില്യംസ് സംശയാസ്പദ രീതിയിൽ കൊല്ലപ്പെടുന്നു. ഈ പെൺകുട്ടി എങ്ങനെ കൊല്ലപ്പെട്ടു? കൊല്ലപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? വെറും 16 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. ഞാൻ വിജയൻ, വെൽക്കം ടു ക്രിസ്റ്റൽ സ്റ്റുഡിയോസ്. കെലിഷ വില്യംസ് ഒരു 16 വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടി 2002 ജൂലൈ 22 ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ജനിക്കുന്നു. ഫാമിലിയിലുള്ള എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി സംസാരിക്കുന്ന, എല്ലാവരോടും ഭയങ്കര ക്ലോസ് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ഈ പാൻഡമിക് സമയത്ത്, നമ്മൾ കൊറോണ വന്ന സമയത്ത് പാൻഡമിക് ഉണ്ടായിരുന്നില്ല 2 വർഷം. ഈ 2 വർഷ സമയത്ത് വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഫ്രണ്ട്സും അങ്ങനെ അധികം ആൾക്കാരും വീട്ടിൽ വരുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിക്ക് ജസ്റ്റ് ഒരു മൊബൈൽ, നെറ്റ്ഫ്ലിക്സ് മാത്രം ഉണ്ടെങ്കിൽ ഫുൾ ടൈം എവിടെ വേണമെങ്കിലും ഈ കുട്ടി ഇരുന്നോളും എന്നൊരു വിശ്വാസത്തിലാണ് ഒരു പാരൻസ് ഇരിക്കുന്നത്. ആ കുട്ടി ഒരു സെപ്പറേറ്റ് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിൽ നോക്കി നെറ്റ്ഫ്ലിക്സ് അതുപോലെ ഷോസ് ഒക്കെ നോക്കിയിട്ട് ഫുൾ ടൈം വീട്ടിൽ മുറിയിൽ തന്നെ അടഞ്ഞിരിക്കുന്നു. ഒരു പാരൻസ് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു ദിവസം വിളിക്കുന്നു വീട്ടിലേക്ക്. ആ സമയത്ത് അവർ പറഞ്ഞ കാര്യം, നിങ്ങളുടെ മകൾ ഇങ്ങനെ ഫുൾ ടൈം വീട്ടിൽ തന്നെ അടഞ്ഞിരുന്നാൽ അവൾക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും ലോൺലി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മകളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു മുറി ഇരുത്തരുത്. ആ കുട്ടിയെ ഈ സോഷ്യലൈസ് ചെയ്യാനും മറ്റൊരു സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനവർ അച്ഛൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ ഈ സമയത്ത് ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് തട്ടിക്കളയുന്നു. ഈ സമയത്താണ് അച്ഛനൊരു കാര്യം തോന്നുന്നത്. അവൾ പറഞ്ഞ ശരിയാണ്, ആ ഫുൾ ടൈം മൊബൈൽ നോക്കി റൂമിൽ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ആൾക്കാർ സംസാരിക്കാതെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊരു ഫ്യൂച്ചർ ഇഷ്യൂസ് വരും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്താണ് അവർക്ക് തോന്നുന്നത് ഈ കുട്ടീനെ വിട്ടാൽ പറ്റില്ല, കുറേ നാൾ വീട്ടിൽ ഇരിക്കല്ലേ, ഇനി ഇരുന്നാൽ പറ്റില്ല, പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഈ സമയത്താണ് ചേപ്പറും പാർട്ടി എന്നൊരു പാർട്ടി ആ സ്കൂളിൽ നടത്തുന്ന കാര്യം ഇവരറിയുന്നത്. സ്കൂൾ സ്റ്റുഡൻസ് വഴി ഈ പാരൻസ് അറിയുന്നു. 16 വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ. ഈ പ്രായത്തിൽ പാർട്ടിക്ക് വിടുമോ എന്ന ഡൗട്ട് ഈ വീഡിയോ കാണുന്ന പലരുണ്ടാവും. അതൊന്നും ഞാൻ പറഞ്ഞുതരാം. ഈ ചേപ്പർ പാർട്ടി എന്ന് പറയുന്നത് DJ പാർട്ടി, ഈ കപ്പിൾസൊക്കെ ആയിട്ട് ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ആ ഒരു DJ പാർട്ടി അല്ല ഈ ചേപ്പർ പാർട്ടി. ഈ ചേപ്പർ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ എൻവറോൺമെൻറ്റിൽ ഒരാൾ സൂപ്പർവൈസ് ചെയ്യും. ആ സൂപ്പർവൈസ് ചെയ്യുന്നത് ചിലപ്പോൾ ആ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വരുന്ന കുറച്ച് സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വോളണ്ടിയർ ആയിട്ട് ആരെങ്കിലും കുറേ വോളണ്ടിയേഴ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ കൺട്രോൾ എൻവറോൺമെൻറ്റ് നടത്തുന്ന ഒരു പാർട്ടിയാണ് ചേപ്പർ പാർട്ടി. അതുപോലത്തെ ഒരു പാർട്ടിക്ക് പോകാനായിട്ട് ഇവർ പാരൻസ്, ഈ കെലിഷയുടെ പാരൻസ് ഈ കെലിഷയെ അലോ ചെയ്യുന്നു. ഇവർ പാർട്ടി ഉള്ളതായിട്ട് പാരൻസ് വന്നിട്ട് കെലിഷയോട് പറയുന്നുണ്ട്, മകളെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, നീ പോകുന്നതിന് പൊക്കെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നീ ഇങ്ങനെ പൊക്കോളും പറയുന്നുണ്ട്. അതിന് കെലിഷ്യ ഓക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പോകാൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കെലിഷയുടെ പാരൻസ് വിചാരിച്ചത് ഈ ഒരു പാർട്ടി അവൾക്ക് മറ്റൊരു സംസാരിക്കാനും ഒന്ന് സോഷ്യലൈസ് ആവാനുള്ള ഒരു അവസരമായിരിക്കും, കുറേ നാൾ വീട്ടിൽ നിന്ന് അടഞ്ഞിരിക്കല്ലേ, അവൾക്കൊരു മൈൻഡ് ഫ്രീ ആവാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും വിചാരിച്ചിട്ട് പാരൻസ് അതിന് പോകാൻ അനുവദിക്കുന്നു. എന്തായാലും സ്റ്റുഡൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക, വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കൂടാതെ ഈ പാർട്ടി നടത്താനും കൺട്രോൾ ചെയ്യാനായിട്ട് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ ഈ കൺട്രോൾ എന്തായാലും ഒരു പാരൻസ് ഉണ്ടാവും, പിന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെ കലീഷ്യ കുറേ നാളിന് ശേഷം തൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ, കുറേ പേരെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, പുതിയ വാച്ച്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെയിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പാർട്ടിക്ക് പോകാൻ വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തും. അങ്ങനെ കുട്ടികൾ പിക്കപ്പ് ചെയ്തിട്ട് ആ പാർട്ടി തന്നെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടും. അങ്ങനെയാണ് ഈ സാധാരണ ഈ പാർട്ടിക്ക് പോവാറ്. അന്നും ഈ കെലിഷ വീടിന് മുമ്പിൽ ആ വണ്ടി വെയിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. കെലിഷ ഡ്രസ്സൊക്കെ മാറി ഭയങ്കര സന്തോഷത്തോടെ ആ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ബാക്കിൽ പാരൻസ് നിൽക്കുന്നുണ്ട്, പാരൻസ് ടാറ്റ കാണിക്കുന്നുണ്ട്. പക്ഷേ കെലിഷയ്ക്ക് അറിയില്ല അത് അവസാനത്തെ ടാറ്റ ആയിരുന്നെന്ന്. അവസാനമായിട്ടാണ് തൻ്റെ പാരൻസിനെ കണ്ടതെന്ന് ആ സമയത്ത് കെലിഷ അറിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ അവസാനത്തെ ബായ് ആയിരുന്നെന്ന് ആ സമയത്ത് ആ കുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചേപ്പർ പാർട്ടിക്കായിട്ട് ആ വണ്ടിയിൽ കയറിയിട്ട് കെലിഷ പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചേപ്പർ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ആ ബസ്സിൽ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ ചേപ്പർ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ ചോദിക്കുന്നു, അവിടെ ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ചോദിച്ച സമയത്ത് ഈ ചേപ്പർ പാർട്ടി ക്യാൻസലായി എന്ന് പറയുന്നു. അതിന് കാരണം അവിടെ പറഞ്ഞത് ബുക്കിംഗ് ഇറങ്ങുന്നായിരുന്നു. അങ്ങനെ വന്ന സ്റ്റുഡൻസ് എല്ലാം നിരാശരായിട്ട് തിരിച്ച് ബസ്സിൽ കയറുന്നു. ആ സമയത്ത് അത് വിചാരിച്ചത് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ചെറിയ പാർട്ടി നടത്താൻ വിചാരിച്ചിട്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി ക്യാൻസൽ ആയെന്നും തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പോകുന്നുണ്ടെന്ന കാര്യം ആ പാർട്ടിയിലായിരുന്ന ഒരു സ്റ്റുഡൻസും അവരെ പാരൻസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സ്റ്റുഡൻസ് എല്ലാവരും ബസ്സിൽ കയറിയിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ഈ ചേപ്പർ പാർട്ടി ക്യാൻസൽ ആയില്ലേ, ആ പാർട്ടി തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ആ പാർട്ടി മൊത്തം എത്ര പേരുണ്ടായിരുന്നു, അതിൽ എത്ര പേര് ഗേൾസ്, എത്ര പേര് ബോയ്സ്, ഇങ്ങനെയുള്ള ഒരു ഡാറ്റാസും അവൈലബിൾ അല്ല. കാരണം ഇത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ കേസാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ഡാറ്റാസും അവൈലബിൾ അല്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും, ഈ കെലിഷ വില്യംസ് ഈ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യില്ലേ, അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ സംഭവം നടന്ന അന്ന് 2 വീഡിയോസ് ടിക്ടോക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കെലിഷ വില്യംസ് അവസാന വീഡിയോയിൽ, അതായത് ആ കുട്ടി മരിക്കുന്ന ആ വീഡിയോയിൽ വന്നിട്ട് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വന്ന് ടിക്ടോക്ക് മറക്കുന്നുണ്ട്. ചിലപ്പോൾ ആ മുറിയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം.
എനിക്ക് തോന്നിയ കാര്യമാണ് ആ മുറിയിൽ ആരുണ്ടായിരിക്കാം, അയാളെ ഈ മൊബൈലിൽ കാണാൻ പാടില്ല, ഈ ഫ്രെയിമിൽ കാണാൻ പാടില്ല വിചാരിച്ചിട്ട് ചില മറിച്ചതായിരിക്കാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി പെട്ടെന്ന് വന്നിട്ട് മറക്കുന്നുണ്ട്. അതിന് കാരണം ചിലപ്പോൾ ഈ റീസൺ കൂടി ആയിരിക്കാം. അതായത് ആരെങ്കിലും കാണാൻ വിചാരിച്ച് ഷൈ ആയിട്ട് വന്നിട്ട് ചില മറിച്ചതായിരിക്കാം. ഇതിന് വേറെ എക്സ്പ്ലനേഷൻ കൂടി പറയാം. ഈ പാർട്ടിക്ക് പോകുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഷൈനസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാം, ഇതിന് ചാൻസ് ഇല്ല. അതും അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ രണ്ടാമത് ഒരാളുണ്ട്, അയാൾ കാണാൻ പാടില്ല വിചാരിച്ചിട്ട് ആ ഫ്രെയിമിൽ മറ്റൊരു കാണാൻ പാടില്ല വിചാരിച്ചിട്ട് വന്ന് മറിച്ചതാവാനാണ് സാധ്യത കൂടുതൽ. അതായത് കെലീഷയുടെ കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഒരു വീഡിയോ ചെയ്യിക്കുന്നു, ഭയങ്കര ഒച്ചയായിരുന്നു. ആ സമയത്ത് തൊട്ടടുത്ത മുറിയിലൊക്കെ കേൾക്കുന്നുണ്ട്. ആ മുറിയിലായിരുന്ന കെനോഡിക്ക സ്റ്റാർക്കി. പക്ഷേ ഇവർ പാർട്ടി വിളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യാണല്ലോ, പാർട്ടി നടന്നില്ല, ഇവിടെ വന്നിട്ട് അലമ്പാണല്ലോ, ഭ്രാന്ത്, ഞാൻ വീട്ടിൽ പോകാന്ന് വെച്ചിട്ട് ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ആ വാതിൽ തുറന്ന് പുറത്ത് നോക്കുന്ന സമയത്ത് ആ ഹോട്ടലിന്റെ വരാന്തയിൽ 2 ബോയ്സ് ഈ കെലീഷയെ അബോധാവസ്ഥയിൽ ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്, നെഞ്ചിക്കൂടെയൊക്കെ അബോധാവസ്ഥയിൽ അവർ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതാണ് ഞെട്ടിയ സ്റ്റാർക്കി. എന്താ സംഭവിച്ചു ചോദിക്കുന്നുണ്ട്. ആ 2 ബോയ്സിൽ ഒരാൾ പറയുന്നുണ്ട്, കെലീഷയ്ക്ക് വെടി കൊണ്ടിട്ടുണ്ട്, ചോര പോകുന്നുണ്ട്, ഞാൻ താഴെ പോയിട്ട് ക്യാബിന് പോയിട്ട് ഹോസ്പിറ്റലിലേക്കുള്ള ആംബുലൻസ് വിളിച്ചു പറയാം, നിങ്ങൾ അതിൽ ഈ കുട്ടിയെ നോക്കിക്കൂടെ പറഞ്ഞിട്ട് ആ കെലീഷയെ ആ വരാതിലിട്ടിട്ട് സ്റ്റാർക്കിയും ഒരു ബോയ് മാത്രമുണ്ട് അവിടെ. കെലീഷ അബോധാവസ്ഥ കിടക്കുന്നുണ്ട് അവിടെ, ചോരയൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ബോയ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റാർക്കി തൻ്റെ മൊബൈൽ എടുത്തിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ കേസ് ആയി കഴിഞ്ഞാൽ ഒരു പ്രൂഫായിട്ട് ഉണ്ടാവും വിചാരിച്ചിട്ട് സ്റ്റാർക്കി തൻ്റെ മൊബൈലിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് ഹോട്ടലിൽ വന്നിട്ട് കെലീഷയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ എത്തിയിട്ട് ഡോക്ടേഴ്സൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കെലീഷ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. കെലീഷ മരിക്കുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ കെലീഷ പാരസ് വിചാരിച്ചിരുന്നത് തൻ്റെ മകൾ പാർട്ടിയിൽ അടിച്ചു പൊളിക്കായിരിക്കും, കുറേ നാട്ട് വീട്ടിൽ ഇരിക്കില്ല, ഒന്ന് ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കായിരിക്കും, എൻജോയ് ചെയ്യായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ കെലീഷ ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടി പോരാടി വരുന്നു. ഈ കാര്യം പാരസ് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം പാർട്ടിയിലെ ഒരാളും ഒരു സ്റ്റുഡൻസും അവരെ പാരൻസിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് പാർട്ടിക്ക് പോയ സമയത്ത് പാർട്ടി നടന്നില്ല, ആ പാർട്ടി തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റി വെച്ചു, ഞങ്ങൾ ഹോട്ടലാണ് എന്ന കാര്യമൊന്നും ഒരു സ്റ്റുഡൻസും അവരെ പാരൻസ് വിളിച്ച് പറഞ്ഞിരുന്നില്ല. എന്തുകൊണ്ട് ആ പാർട്ടിയിൽ ഒരു സ്റ്റുഡൻസും അവരെ പാരൻസ് വിളിച്ച് കാര്യം പറഞ്ഞില്ല? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഈ സിറ്റുവേഷൻ ഇതൊക്കെ അറിഞ്ഞ സമയത്ത് അവരെ പാരൻസ് അവസ്ഥ ആലോചിച്ച് നോക്ക്. തൻ്റെ മകൾ ഇങ്ങനെ കൊല്ലപ്പെട്ട് നടന്ന സമയത്ത് അവരെ പാരൻസിൻ്റെ മാനസികാവസ്ഥ. പാർട്ടി നടന്നില്ല, ആ സമയത്ത് ബസ്സിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം ആരെ വിളിച്ച് അറിയിച്ചില്ല, അതൊരു കാര്യം. 2, ഈ പാർട്ടി സൂപ്പർവൈസ് ചെയ്യാനുള്ള സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ, ആ സൂപ്പർവൈസർ ഈ പാർട്ടി ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. ഒരു പാർട്ടിക്ക് ഗൺസ് ആരെ കൊണ്ടുവരുമോ? ഈ പാർട്ടിക്ക് ചെക്ക് ചെയ്ത കാരെ കടത്തി വിടുമോ? എന്തുകൊണ്ട് ബോയ്സിൽ അവർ ഗൺസ് കൊണ്ടുവന്നു എന്നൊരു എക്സ്പ്ലനേഷൻ ഇല്ല. അങ്ങനെ പോലീസ് മാനേജ്മെൻറ്റും ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് അന്വേഷിക്കുന്നു. അവസാനം ഒരു ക്ലൂ മാത്രം കിട്ടുന്നുണ്ട്. ഈ പാർട്ടിയിലുള്ള ഒരു പയ്യൻ്റെ അമ്മയാണ് ഈ പാർട്ടി സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ആ അമ്മയുടെ പേരിലായിരുന്നു ഈ കെലീഷ ഉണ്ടായിരുന്ന റൂം. ആ കെലീഷയും ആ ഒരു ബോയ് ഉണ്ടായിരുന്ന റൂം, ആ റൂം ബുക്ക് ചെയ്തിരുന്നത് ആ സൂപ്പർവൈസ് ചെയ്യാനായിരുന്ന ആ സ്ത്രീയുടെ പേരിലായിരുന്നു. ആ ഒരു പ്രൂഫ്, ആ ഒരു എവിഡൻസ് മാത്രം പോലീസിന് കിട്ടുന്നു. അവസാനം ഇത് ചെയ്ത പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പയ്യനെ ഫോട്ടോസ് വേറെ ഒരു ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. കാരണം ഇതൊരു പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയുടെ കേസാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഇൻഫർമേഷനും ഈ കേസ് അവൈലബിൾ അല്ല. കെലീഷയുടെ പാരൻസ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻസിഡൻറ്റിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ സൂപ്പർവൈസ് ചെയ്ത ആ സ്ത്രീയാണ്. ആ സ്ത്രീ അറസ്റ്റ് ചെയ്തില്ല എന്ന് ഇവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നോ? ഈ പാടി നടന്ന സമയത്ത് ഈ പാർട്ടി ക്യാൻസൽ ചെയ്തു, തൊട്ടടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി. ഈ സമയത്തൊക്കെ ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നോ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്? സൂപ്പർവൈസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നു എന്ന് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോട്ടൽസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ എൻകറേജ് ചെയ്യുന്നു? ഈ കുട്ടികളൊക്കെ എങ്ങനെ ഈ പാർട്ടിക്കൊക്കെ ഗൺസ് കൊണ്ടുവരുന്നു? എങ്ങനെ ഒരാളെ ചെക്ക് ചെയ്താൽ പാർട്ടിക്ക് കടത്തി വരുന്നു? ഇതിനൊക്കെ എക്സ്പ്രഷൻ ചോദിച്ചിട്ട് പാരൻസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നു. ഇതിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പറയുന്ന ഉത്തരം എന്താണെന്ന് നോക്കിയാൽ ഇത് ജസ്റ്റ് ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു 4 ചുമരുള്ളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവം. ഇത് പ്രൈവസി ഉണ്ട്. ഇതിൽ ആ റൂമിൽ ആ ഒരു ബോയ് ഗേൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ തമ്മിൽ അത്ര പ്രൈവസി ആയിട്ട് നടന്ന സംഭവമായിരുന്നു ഇത്. ഞങ്ങൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കാരണം ഇതൊരു 4 ചുമരുള്ളിൽ നടന്ന കാര്യമാണ്. ഇത് പാർട്ടിയിൽ ഒരു 19 പേരുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റെസ്പോൺസിബിൾ ആണ്. പക്ഷേ ഇത് 4 ചുമരുള്ളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാനേജ്മെൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ഈ കേസിൻ്റെ ഫൈൻ ഇൻഫർമേഷൻ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കേസിന് ഇനി അപ്ഡേറ്റ്സ് വരാനുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നിയ കാര്യം, ഈ പെൺകുട്ടിയുടെ അവസാന വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. അതായത് ആ ഒരു മുറിയിൽ ആ ഒരു പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം. ഇന്ന് വെർബൽ അബ്യൂസ്, ഇവർ സംസാരിക്കുന്ന സമയത്ത് എന്തൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് എമോഷനായിട്ട് ഈ കുട്ടി പറഞ്ഞ കെലീഷ പറഞ്ഞ സമയത്ത് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, ഈ കെലീഷ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ആ പയ്യന്. ആ സമയത്ത് എമോഷനായിട്ട് കയ്യിലായിരുന്ന ഗൺ ഉപയോഗിച്ചിട്ട് ആ കുട്ടി വെടിവെച്ചതായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ നടന്നുണ്ടാകും. കാരണം ആ സിറ്റുവേഷനിൽ ആ റൂമിൽ 2 പേരേ ഉള്ളൂ. ഇവർ ചിലപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കാനായിട്ട് സംസാരിക്കാൻ വന്നതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും വെർബൽ അബ്യൂസ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കെലീഷ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ ആ പയ്യൻ കയ്യിൽ കണ്ടെടുത്ത് വെടിവെച്ചിട്ടുണ്ടാവാം. ഇതായിരിക്കും ചിലപ്പോൾ അവിടെ നടന്നിട്ടുണ്ടാവുക. ഇതിന് മനസ്സിലാവുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം.
രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി ടിക്ടോക്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തില്ലേ, ഈ സമയത്ത് തന്നെ അവർ പാരൻസ് വിളിച്ച കാര്യം പറഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ പാർട്ടിക്ക് പോയിരുന്നു, ആ പാർട്ടി ക്യാൻസൽ ചെയ്തു, ഈ പാർട്ടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്, ഈ കാര്യം അവർ പാരൻസ് വിളിച്ച് അറിയിക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ ഈ കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പാരൻസ് അലോ ചെയ്യില്ല എന്നാൽ കുട്ടിക്ക് അറിയാതിരിക്കാം, അതുകൊണ്ടായിരിക്കാം പറയാത്തത്. ആ ഒരു കാരണം തന്നെ ആ കുട്ടിയുടെ ജീവൻ തന്നെ ഇല്ലാതെയായി.